ഇന്ന് രാവിലെ അവിടെ ചെല്ലാൻ പറഞ്ഞ് അവർ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് രഹസ്യമായിരിക്കും, ആരോടും പറയണ്ട. ഇത് രഹസ്യമായിട്ട് തന്നെ ഇവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരോടും ഇവർ പറഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ ഇവൾ കരഞ്ഞത് കണ്ടാണ് ഞങ്ങൾ വന്നത്, എന്താ കാര്യം എന്നറിയാം. ഇത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇവർക്ക് നടുവേദനയും പിന്നെ മൂത്രത്തിൽ കൂടി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. മൂത്രം ഇങ്ങനെ എങ്ങും പോകാനൊന്നും പറ്റുന്നില്ല, മൂത്രം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒത്തിരി ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എല്ലാവരും മൂത്രത്തിൽ കല്ലാണ്, അരിയസിൻ്റെ അസുഖമാണെന്നൊക്കെ പറഞ്ഞാണ് ചികിത്സ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഡോക്ടർ ഒരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എക്സ്റേ എടുത്തപ്പോഴാണ് കത്രിക കാണുന്നത്. അപ്പോൾ ഡോക്ടർ നമ്പർ മേടിച്ചും രണ്ടാമത്തെ ഡോക്ടറുമായിട്ട് ഇടപെട്ട് ഇന്ന് രാവിലെ അവിടെ ചെല്ലാൻ പറഞ്ഞ് അവർ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് രഹസ്യമായിരിക്കും, ആരോടും പറയണ്ട. തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റായിട്ട് ചൊവ്വാഴ്ച ഡോക്ടർ ഓപ്പറേഷത്തിനൊക്കെ കൂടെ പോകുന്ന ഞാനാണ്. അപ്പോൾ പിന്നെ ഈ ചൊവ്വാഴ്ച നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഇന്ന് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ECG എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് തിങ്കളാഴ്ച അഡ്മിറ്റായിട്ട് ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാം. ഈ വരുന്നത് ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് തിങ്കളാഴ്ച അഡ്മിറ്റ് ആണെന്നാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്കാൻ ചെയ്ത സമയത്ത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? ആശുപത്രി നമ്മൾ ഇത് വണ്ടാനത്തോട്ട് ചെന്നിട്ട് കാര്യമില്ല, അപ്പോൾ പ്രൈവറ്റായിട്ട് കാണിച്ചിട്ടാണ് അടുത്ത് ഒത്തിരി എന്ന് വെച്ചാൽ ഇവളെല്ലാ ദിവസവും ഈ ക്ഷീണമായിട്ട് എപ്പോഴും കൊണ്ടുപോയി. അപ്പോൾ പിന്നെ പ്രൈവറ്റായിട്ട് കാണിച്ചിട്ടായിരിക്കുന്നത്. അങ്ങനെ നാസർ ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ട് കാണിച്ചതിന് ശേഷമാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് സ്കാനിങ്ങിൽ മൂത്രത്തിൽ കല്ലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു എക്സ്റേ ഇവിടെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഇന്നലെ എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ എടുത്തപ്പോഴത്തേനും ആണ് ഈ കത്രിക കാണുന്നത്. അങ്ങനെ ഈ കത്രിക കണ്ട വിവരം പുറത്ത് പറയരുത് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇത് പുറത്ത് ആരോടും പറയണ്ട. നമുക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് പറഞ്ഞ് അപ്പൊ ഇന്നലെ നാസർ ഡോക്ടർ അങ്ങനെ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് ഇന്നലെ നാസർ ഡോക്ടറെ കൺസൾട്ടൻസിയിൽ സ്കാനിങ് ചെയ്തു, അപ്പൊ ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയി എക്സ്റേ എടുത്ത് അപ്പോൾ ഡോക്ടറാണ് അങ്ങോട്ടുള്ള ഡോക്ടറുമായിട്ട് നമ്പർ മേടിച്ച് വിളിച്ച് അവിടെ ചെന്നു. പിന്നെ അപ്പോൾ ഇന്ന് ഡോക്ടർമാർ ഇങ്ങനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇത് പുറത്ത് ആരോടും പറയണ്ട, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചെയ്തു തരാം. തിങ്കളാഴ്ച അഡ്മിറ്റായിട്ട് ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള ഇത് പറഞ്ഞു. പക്ഷേ ഇത് രഹസ്യമായിട്ട് തന്നെ ഇവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരോടും ഇവർ പറഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ ഇവൾ കരഞ്ഞത് കണ്ടാണ് ഞങ്ങൾ വന്നത്, എന്താ കാര്യം എന്നറിയാം. വന്നപ്പോഴാണ് പറഞ്ഞത് കൂട്ടിന് പോയാൽ നിങ്ങളും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കത്രിക കുടുങ്ങിയ സംഭവം? ഇല്ല, ഞങ്ങളും അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇവര് വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വെറുതെ ഒന്ന് കാണാൻ വന്നപ്പോഴാണ് ഇവള് കരയുന്നത്. അപ്പൊ കാര്യം അപ്പൊ ആരോടും പറയണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവരത് പറഞ്ഞില്ല, പേടിച്ചിട്ട് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് എക്സ്റേ പടം എടുത്ത് കാണിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമല്ല, നാളെ ഇത് വേറെ ആൾക്ക് സംഭവിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ പുറത്തോട്ട് ഇത് പറഞ്ഞത്.